ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണൽ സോജില തുരങ്കം. ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണലാണ് സോജില തുരങ്കം. 11,578 അടി ഉയരമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 11,578 അടി ഉയരമാണ് ഉള്ളത്. കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് സോജില തുരങ്കം എന്ന് പറയുന്നത്. കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില തുരങ്കം. സോജില തുരങ്കത്തിൽ 3 പാലങ്ങളാണ് ഉള്ളത്. ദൂരം എന്ന് പറയുന്നത് 30.894 കിലോമീറ്ററാണ്. 3 പാലങ്ങൾ ഉൾപ്പെടുന്നു. മൊത്തത്തിലുള്ള നീളം, ആകെ നീളം എന്ന് പറയുന്നത് 460 മീറ്ററാണ്. സോജില തുരങ്കത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്, അതായത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണലായിട്ട് നിർമ്മാണം തുടങ്ങിയത് 2020 ഒക്ടോബർ 1-നാണ്. പ്രധാന ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 13.153 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് കുതിരലാടത്തിൻ്റെ ആകൃതിയാണ്. വീതി 9.5 മീറ്റർ വീതിയുമാണ്. 7.57 മീറ്റർ ഉയരവുമാണ്. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയേറ്റ്. ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണൽ സോജില തുരങ്കം. ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണലാണ് സോജില തുരങ്കം. 11,578 അടി ഉയരമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 11,578 അടി ഉയരമാണ് ഉള്ളത്. കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് സോജില തുരങ്കം എന്ന് പറയുന്നത്. കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില തുരങ്കം. സോജില തുരങ്കത്തിൽ 3 പാലങ്ങളാണ് ഉള്ളത്. ദൂരം എന്ന് പറയുന്നത് 30.894 കിലോമീറ്ററാണ്. 3 പാലങ്ങൾ ഉൾപ്പെടുന്നു. മൊത്തത്തിലുള്ള നീളം, ആകെ നീളം എന്ന് പറയുന്നത് 460 മീറ്ററാണ്. സോജില തുരങ്കത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്, അതായത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണലായിട്ട് നിർമ്മാണം തുടങ്ങിയത് 2020 ഒക്ടോബർ 1-നാണ്. പ്രധാന ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 13.153 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് കുതിരലാടത്തിൻ്റെ ആകൃതിയാണ്. വീതി 9.5 മീറ്റർ വീതിയുമാണ്. 7.57 മീറ്റർ ഉയരവുമാണ്. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റത് ബി അശോക്. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റത് ബി അശോക്. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യൽ സംസ്ഥാനമായത് സിക്കിം. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യൽ സംസ്ഥാനമായത് സിക്കിമാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ശശീർ ശേഖർ വെമ്പതിയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ശശീർ ശേഖർ വെമ്പതിയാണ്. 16-ാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം 11. 16-ാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം 11. 16-ാം കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. 85,327 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടാണ് PK കുഞ്ഞാലിക്കുട്ടി ജയിച്ചത്. കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചത് C രവീന്ദ്രനാഥാണ്. 126 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം മണലൂരാണ്. 16-ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം എഡിത്ത് തോമസ് ആണ്. എഡിത്ത് തോമസ്. ഏറ്റവും പ്രായം കൂടിയ അംഗം പിണറായി വിജയനാണ്. അപ്പം 16-ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം എഡിത്ത് തോമസ് ആണ്. അദ്ദേഹത്തിന് 30 വയസ്സാണ്. ഏറ്റവും പ്രായം കൂടിയ അംഗം പിണറായി വിജയനാണ്, 80 വയസ്സ്. മുസ്ലിം ലീഗിൽ നിന്നുള്ള ആദ്യ വനിതാ സാമാജികയാണ് ഫാത്തിമ തഹ്ലി. മുസ്ലിം ലീഗിൽ നിന്നുള്ള ആദ്യ വനിതാ സാമാജികയാണ് ഫാത്തിമ തഹ്ലി. പേരാമ്പ്രയിൽ നിന്നാണ്.